ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും മനോഹരമായ താഴ്വരകളിലൊന്നായ ലൗട്ടർബണ്ണിലേക്കുള്ള യാത്രയാണ്. നമ്മളിപ്പോൾ മുറൈൻ എന്നുള്ള ലൗട്ടർബണ്ണിൻ്റെ മുകളിൽ മുറൈൻ എന്നുള്ള ഗ്രാമത്തിലാണ്. നമ്മളിപ്പോൾ ആ നീല ആരോ കാണുന്ന റൂട്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിന് മുകളിലുള്ള റോഡ് വഴിയുള്ള സഞ്ചാരത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. ഇത്തവണത്തെ വീഡിയോ ഈ മുറൈൻ ഗ്രാമത്തിൻ്റെ അതിൻ്റെ ടോപ്പിൻ്റെ ഏറ്റവും അതിർത്തി സൈഡ് വഴിയുള്ള യാത്രയാണ്. ഈ സൈഡിൽ നോക്കിയാൽ അപ്പുറേ പർവ്വതങ്ങൾ, ഈ ആൽസ് പർവ്വതങ്ങളുടെ പല കൊടുമുടികൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേനും നിറയെ ഇതായിരുന്നു മഞ്ഞും മഴയൊക്കെ ആയിരുന്നു. മഴ മാറി, പക്ഷെ മഞ്ഞ് മാറി വരുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് നേരത്തെ കുറച്ച് മുമ്പേ അപ്പുറത്തെ സൈഡ് വഴി നടന്നപ്പോൾ നമുക്ക് കുറച്ച് വ്യൂ കിട്ടിയായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറേ കൂടെ വ്യൂ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ യാത്രയിൽ നമ്മളിവിടുന്ന് ഇതിന് പാരലായിട്ട് അങ്ങോട്ട് വലതേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ പർവ്വതങ്ങളിലെ വ്യൂസൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ബേണീസ് സുബർലാൻഡിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മുറൈൻ ഗ്രാമം സ്വിറ്റ്സർലൻഡിൻ്റെ ഏറ്റവും മനോഹരമായ ആൽപൈൻ അനുഭവങ്ങളിലൊന്ന് പ്രദാനം ചെയ്യുന്നു. ലോട്ടർബുണ്ണൻ താഴ്വരയുടെ അരികിൽ 1650 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുറൈൻ കാർരഹിത ഗ്രാമമാണ്. ഇത് വളരെ കാലമായി പുറം പ്രേമികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരു സങ്കേതമാണ്. ഐഗർ, മോഞ്ച്, ജങ്ഫ്രോ പർവ്വതനിരകളുടെ അതിശയകരമായ കാഴ്ചകൾക്ക് പേരുകേട്ട മുറൈൻ സ്വിസ് ആൽപ്സിൽ സാഹസികത തേടുന്നവർക്ക് അനുയോജ്യമായ ഒരു ആരംഭ പോയിന്റാണ്. നമ്മൾ ഇവിടെ നിന്നാൽ ഈഗർ, മോഞ്ച്, ജങ്ഫ്രോ എന്നീ 3 പർവ്വത ശൃംഗങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനകത്ത് ഈ യൂറോപ്പിലെ ആൽപ്സിൻ്റെ ഏറ്റവും മുകളിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള പർവ്വതം എന്ന് പറയുന്നത് ജങ്ഫ്രോ ആണ്. നമ്മൾ ആ ജങ്ഫ്രോ കാണുന്നുണ്ട്, അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. ഗ്രാമത്തിലെ നിരവധി ആകർഷണങ്ങളിൽ മുറൈൻ വ്യൂ പോയിന്റും ഉൾപ്പെടുന്നു. ഇത് ചുറ്റുമുള്ള പർവ്വതനിരകളുടെ ഏറ്റവും ശ്രദ്ധേയമായ പനോരമകളിൽ ഒന്നാണ്. ഗ്രാമത്തിൻ്റെ ട്രെയിൻ സ്റ്റേഷനായ മുറൈൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുറൈൻ വ്യൂ പോയിന്റിലേക്ക് റോഡിലേക്കുള്ള നടത്തം താരതമ്യേന ചെറുതാണെങ്കിലും ആനന്ദകരമായ ഒരു യാത്രയാണ്. മുറൈനെ നിർവചിക്കുന്ന ശാന്തമായ അന്തരീക്ഷം അനുഭവിക്കുന്നതിനിടയിൽ സന്ദർശകർക്ക് പ്രദേശത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൽ മുഴുകാൻ ഇത് അനുവദിക്കുന്നു. മുറൈൻ വ്യൂ പോയിന്റിന് മുന്നിലുള്ള റോഡിലൂടെയുള്ള മുറൈൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള നടത്തം, ഇന്ദ്രിയാനുഭവങ്ങൾ, ചരിത്ര സന്ദർഭം, പാരിസ്ഥിതിക പരിഗണനകൾ, ഈ യാത്രയുടെ വ്യക്തിപരമായ സ്വാധീനം എന്നിവയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒന്നാണ്. ഗ്രാമത്തിൻ്റെ കേന്ദ്ര ഗതാഗത കേന്ദ്രമായ മുറൈൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. മുറീബൻ അല്ലെങ്കിൽ മുറൈൻ റെയിൽവേ, ഷിൽത്തോൺ കേബിൾ കാർ എന്നിവ വഴി എളുപ്പത്തിൽ എത്തിച്ചേരാം. നമ്മൾ വന്നത് ഷിൽട്ടണിലേക്ക് കേബിൾ കാർ വഴിയും അവിടുന്ന് മൗണ്ടൻ ട്രെയിൻ വഴിയാണ് മുറൈനിലേക്ക് എത്തിച്ചേർന്നത്. ഈ വഴിയുടെ സൈഡിലെല്ലാം ഈ നിറയെ ഹോട്ടൽസാണ്. അതിൻ്റെ ബാൽക്കണികളെല്ലാം ആ സൈഡിലേക്കാണ്, അപ്പുറത്തെ സൈഡിലേക്കാണ് ഇത് ചെയ്യുന്നത്. ആ ബാൽക്കണിയിൽ നിന്ന് ഈ പർവ്വത ശൃംഗങ്ങളുടെ കാഴ്ചകൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിറയെ മുഴുവൻ ഇങ്ങനെയുള്ള ഹോട്ടൽസാണ് ഈ ഭാഗത്ത് മുഴുവൻ. മരത്തടികൾ, സുഖകരമായ കാത്തിരിപ്പ്, സ്ഥലം, ട്രെയിനിൽ നിന്നോ കേബിൾ കാറിൽ നിന്നോ ഇറങ്ങുമ്പോൾ തന്നെ അനുഭവപ്പെടുന്ന ശാന്തത എന്നിവയാൽ റെയിൽവേ സ്റ്റേഷൻ ഒരു പരമ്പരാഗത ആൽപൈൻ മനോഹാരിത പ്രകടിപ്പിക്കുന്നു. നമ്മൾ ഈ ബാൻഹോഫ് എന്നാണ് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പറയുന്നതിന് പകരം അവിടെയെല്ലാം ബാൻഹോഫ് എന്നാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ഒരു ലാംഗ്വേജിലുള്ള റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള വിളിയാണെന്ന് തോന്നുന്നു, ബാൻഹോഫ്. മുറൈൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ ചുറ്റുമുള്ള ആൽപൈൻ പ്രകൃതി ദൃശ്യങ്ങൾ നിങ്ങളെ ഉടനടി ആകർഷിക്കും. ശുദ്ധവും പുതുമയുള്ളതുമായ പർവ്വതവായു നിങ്ങളുടെ ശ്വാസകോശങ്ങളെ നിറയ്ക്കുന്നു. കൂടാതെ ഈഗർ, മോഞ്ച്, ജങ്ഫ്രോ എന്നിവയുടെ ഉയർന്ന കൊടുമുടികൾ ഏതാണ്ട് മറ്റൊരു ലോകത്തിന് സമാനമായ ഒരു അതിശയകരമായ പശ്ചാത്തലം നൽകുന്നു. ഈ പ്രദേശത്തേക്ക് പുതുതായി വരുന്നവർക്ക് ഭൂപ്രകൃതിയുടെ അതിമനോഹരമായ സൗന്ദര്യം സ്വിസ് ആൽപ്സിൻ്റെ അത്ഭുതങ്ങളിലേക്കുള്ള സ്വാഗതാർഹമായ ആമുഖമാണ്. ഇവിടെ നമ്മൾ ഒരു വെള്ളം, നമ്മുടെ വാഷ് ബേസിൻ പോലത്തെ ഒരു തടി കിഴിച്ചിട്ട് ഒരു വാഷ് ബേസിൻ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനകത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വിടുന്നുണ്ട്. എനിക്കൊന്ന് അത് ഈ ശുദ്ധജലം വേണ്ട ആൾക്കാർക്കൊക്കെ അതിൽ നിന്ന് എടുക്കാനുള്ള സൗകര്യത്തിനാണെന്ന് തോന്നുന്നു.
ഇവിടെ ഒരു രോമം നിറയുള്ള ഒരു പൂച്ചയുണ്ട്. നമ്മളെ കണ്ടപ്പോഴത്തേന് അവൻ താഴോട്ട് ചാടി മുന്നോട്ട് ദൂരോട്ട് ഓടിപ്പോവാണ്, നടന്നു പോവാണ്. അപ്പം നമുക്ക് നമ്മുടെ കൂടെ കുറച്ചുകൂടെ മുമ്പോട്ട് ഈ പൂച്ച നമ്മുടെ കൂടെ നടന്നു വന്നു. മുഴുവൻ നിറയും രോമമാണ്. ഒരുപക്ഷെ ഇവിടുത്തെ ഈ തണുത്ത ഈ കാലാവസ്ഥ അതിജീവിക്കണമെങ്കിൽ അങ്ങനെ രോമമുള്ള പൂച്ചകൾക്ക് മാത്രമേ പറ്റുള്ളായിരിക്കും. അതുപോലെയുള്ള തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് ശൈത്യകാല മാസങ്ങളിൽ ശാലകൾ പലപ്പോഴും മഞ്ഞിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പ്രകൃതി ദൃശ്യങ്ങൾ ശാന്തവും ഏതാണ്ട് മാന്ത്രികവുമായൊരു ഗുണം കൈവരുന്നു. ഇടുങ്ങിയ തെരുവുകളിലൂടെയും ചെറിയ പാതകളിലൂടെയും നടത്തം തുടരുന്നു. ഓരോ ചൂടും നിങ്ങളെ ആൽഫൈൻ പരിസ്ഥിതിയിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നു. വഴിയിൽ പൈൻ മരങ്ങളുടെ സുഗന്ധം വായിൽ നിറയുന്ന ചെറിയ പൂന്തോട്ടങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ്. ആ ഒരു തടിയിൽ കയറി നിന്നാൽ നമുക്ക് എന്നുള്ള പടങ്ങളെടുക്കാം. പെൺകുട്ടികളൊക്കെ, യാത്രക്കാരായ പെൺകുട്ടികളൊക്കെ അതിനകത്ത് കയറി എടുക്കുന്നുണ്ട്. നമുക്ക് കയറാമെന്ന് നോക്കിയിട്ട് കയറി എങ്ങാനും കറക്റ്റായിട്ട് കയറിയില്ലെങ്കിൽ മറിഞ്ഞു കെട്ടി താഴെ പോയാൽ ഉരുണ്ട് അങ്ങ് താഴെ നമ്മൾ ആ വാലിയുടെ താഴെ ചെന്ന് നിൽക്കും. അതുകൊണ്ട് നമ്മൾ അതിനുള്ളൊരു റിസ്ക് എടുത്തില്ല. നിലത്തൊക്കെ അവൻ്റെ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതേ ഉള്ളൂ. വഴിയിൽ മരങ്ങളുടെ സാന്നിധ്യം ഒരു പരിധി സൃഷ്ടിക്കുന്നു. പുറംലോകത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ഒരു പ്രകൃതിദത്ത ഇടനാഴിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന പോലെ നിങ്ങൾ തുടരുമ്പോൾ മൃദുവായ ചെരിവ് ചെറുതായി ഉയരാൻ തുടങ്ങുന്നു. ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ മികച്ച കാഴ്ചകൾ നൽകുന്നു. മൊറൈൻ വ്യൂ പോയിന്റിലേക്കും സമീപത്തുള്ള മറ്റാകർഷണങ്ങളിലേക്കുമുള്ള ദിശകൾ സൂചിപ്പിക്കുന്ന കല്ലുപാകിയ തെരുവുകളും നന്നായി സ്ഥാപിച്ചിട്ടുള്ള സൈൻ ബോർഡുകളുള്ള ഈ പാത നന്നായി പരിപാലിക്കപ്പെടുന്നു. ഈ നടത്ത ഭാഗം ശാന്തമാണ്. ഇത് സന്ദർശകർക്ക് മൊറൈൻ്റെ ശാന്തമായ അന്തരീക്ഷം പൂർണ്ണമായി ആസ്വദിക്കാൻ അനുവദിക്കുന്നു. ദൂരെ ഇടയ്ക്കിടെ കേൾക്കുന്ന കൗബെല്ലുകളുടെ മുഴക്കം പ്രദേശത്തിൻ്റെ ഗ്രാമീണവും മനോഹരവുമായ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. പാതയിൽ വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ ലോട്ടർബൂണൻ താഴ്വരയുടെ മനോഹരമായ കാഴ്ചകൾ സന്ദർശകർക്ക് നിർത്തി ആസ്വദിക്കാൻ കഴിയുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. നമ്മൾ ആ കാണുന്ന ലോട്ടർബൂണൻ താഴ്വരയുടെ എക്സ്റ്റൻഷനാണ്. ആ നടുക്കൂടെ കാണുന്ന ഒരു തോട്, ആ നടുക്കൂടെ കാണുന്ന ആ ഒരു താഴ്വര ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ് ലോട്ടർബൂണൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ വെള്ളം ഒഴി വരുന്നുണ്ട്. അവിടുന്ന് തന്നെ തോടുണ്ട്. അപ്പം ആ മോളിൽ കാണുന്ന പിന്നെ മലമുകളിൽ നിന്നൊക്കെ ഐസ് ഉരുകി ഒലിച്ച് വരുന്നത് ഇതിലൂടെയാണ് പോകുന്നത്. നടത്തത്തിൻ്റെ അവസാന ഭാഗം മൊറൈൻ വ്യൂ പോയിന്റിലേക്ക് നയിക്കുന്നു. അതിശയിപ്പിക്കുന്ന കാഴ്ചകൾക്ക് വേറിട്ട സ്ഥലമാണിത്. വ്യൂ പോയിന്റിന് മുന്നിലുള്ള റോഡിലേക്ക് അടുക്കുമ്പോൾ ലാൻഡ്സ്കേപ്പ് തുറക്കുന്നു. ലോകത്ത് എവിടെയും കാണാൻ പ്രയാസമുള്ള പനോരമിക് കാഴ്ചകൾ വെളിപ്പെടുന്നു. സ്കൈലൈനിൽ ആധിപത്യം പുലർത്തുന്ന ഈഗർ, മോഞ്ച്, ജങ്ഫ്രോ എന്നിവയുടെ ഉയർന്ന കൊടുമുടികൾ ഉൾപ്പെടെയുള്ള ചുറ്റുമുള്ള പർവ്വതങ്ങളുടെയും താഴ്വരകളുടെയും സമാനതകളില്ലാത്ത കാഴ്ചകൾ നൽകുന്നതിന് മൊറൈൻ വ്യൂ പോയിന്റ് തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ ആ മൂടൽമഞ്ഞൊക്കെ ഒത്തിരി മാറി എല്ലാം ക്ലിയറായി വരുന്നുണ്ട്. നമുക്ക് രാവിലെ തൊട്ട് ഇതുപോലെ ആയിരുന്നെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഇതെല്ലാം കാണാമായിരുന്നു. ഇപ്പോഴാണ് മൂടൽമഞ്ഞൊക്കെ മാറി വരുന്നത്. റോഡിൽ നിന്നൊരു ചെറിയ നടത്തത്തിലൂടെ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാം. അവിടെ സന്ദർശകർക്ക് ഒരു ചെറിയ പ്ലാറ്റ്ഫോമിലേക്കോ നിരീക്ഷണ ഡെക്കിലേക്കോ കയറി അതിമനോഹരമായ പ്രകൃതിദൃശ്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയും. താഴ്വരകൾ പച്ചപ്പ് നിറഞ്ഞ വേനൽക്കാലത്തോ അല്ലെങ്കിൽ കൊടുമുടികൾ മഞ്ഞുമൂടിയ ശൈത്യകാലത്തോ നിങ്ങൾ സന്ദർശിച്ചാലും മൊറൈൻ വ്യൂ പോയിന്റ് ഒരത്ഭുതം നൽകുന്നു. മുല്ലപ്പൂക്കളുടെയും താഴെയുള്ള വിശാലമായ താഴ്വരകളുടെയും കാഴ്ച അവിസ്മരണീയമാണ്. കൂടാതെ സ്വിസ് ആൽപ്സിൻ്റെ വ്യാപ്തിയും സൗന്ദര്യവും മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഫോട്ടോഗ്രാഫർമാർക്കും
പ്രകൃതി സ്നേഹികൾക്കും വ്യൂ പോയിന്റ് പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗി പകർത്താൻ എണ്ണമറ്റ അവസരങ്ങൾ നൽകുന്നു. ആൽപൈൻ പുൽമേടുകളുടെ ആഴത്തുള്ള പച്ചപ്പും മഞ്ഞുമൂടി കൊടുമുടികളും തമ്മിലുള്ള നാടകീയമായ വ്യത്യാസം നിരവധി സന്ദർശകർ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൃശ്യഭംഗി സൃഷ്ടിക്കുന്നു. നമ്മൾ അവിടെ നിന്ന് ഇപ്പം തിരിച്ചു നടക്കുവാണ്. ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴത്തേന് ഇവിടെ നേരത്തെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒന്നും കാണാൻ മേലായിരുന്നു. ഇവിടെ എല്ലാം ഇപ്പം ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങളൊരു ചെറിയ സ്റ്റോപ്പിനോ ദീർഘമായ പരിവേഷണത്തിനോ വേണ്ടിയാണെങ്കിലും മൊറൈൻ വ്യൂ പോയിന്റ് ഒരു നിമിത്തം നൽകുന്നു. പർവ്വതങ്ങളുടെ മഹത്വത്തിൽ മുഴുകാനും പ്രദേശത്തിൻ്റെ സമ്പന്നമായ പ്രകൃതി പൈതൃകത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരവസരം നമുക്ക് നൽകുന്നു. മൊറൈൻ വ്യൂ പോയിന്റിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കുമുള്ള നടത്തം പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതാണ്. അസാധാരണമായ പ്രകൃതി സൗന്ദര്യത്തിനും ജൈവ വൈവിധ്യത്തിനും പേരുകേട്ട യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ജംഗ്ഫ്രോ അലൈറ്റ് സംരക്ഷിത മേഖലയിലാണ് മൊറൈൻ സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന ഉയരത്തിലുള്ള പരിതസ്ഥിതിയിൽ വളരുന്ന ആൽപൈൻ സസ്യ ജന്തുജാലങ്ങളുള്ള ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമായ ഒരു ഭൂപ്രകൃതിയിലൂടെ ഈ നടത്തം സന്ദർശകരെ കൊണ്ടുപോകുന്നു. ഈ പ്രദേശം വളരെ കാലമായി സംരക്ഷണത്തിന് മുൻഗണന നൽകിയിട്ടുണ്ട്. കൂടാതെ ടൂറിസത്തെ പിന്തുണയ്ക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, നന്നായി പരിപാലിക്കപ്പെടുന്ന പാതകളും വ്യൂ പോയിന്റുകളും പോലുള്ളവ ചുറ്റുമുള്ള പരിസ്ഥിതിയിലുണ്ടാകുന്ന ആഘാതം കുറയ്ക്കുന്നതിന് ശ്രദ്ധാപൂർവ്വം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. സുസ്ഥിര ടൂറിസം രീതികൾ പ്രോത്സാഹിക്കപ്പെടുന്നു. സന്ദർശകർക്ക് ഭൂപ്രകൃതിയുടെ തകർച്ചയ്ക്ക് കാരണമാകാതെ ആസ്വദിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു. മനുഷ്യ സാന്നിധ്യത്തിൻ്റെയും പ്രകൃതി സംരക്ഷണത്തിൻ്റെയും ശ്രദ്ധാപൂർവമായ സന്തുലിതാവസ്ഥയോടെ മൊറൈൻ്റെ സൗന്ദര്യം സെൻസിറ്റീവ് ആൽപൈൻ പ്രദേശങ്ങളിൽ ഉത്തരവാദിത്ത ടൂറിസത്തിന് ഒരു മാതൃകയായി ഇത് നിലകൊള്ളുന്നു. നമ്മൾ അവിടെ ദൂരെ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മളിങ്ങോട്ട് തിരിച്ച് എത്താറായി. സ്ഥലം നമ്മുടെ തിരിച്ച് പോകാനുള്ള സ്ഥലത്തെത്താറായി. മൊറൈൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൊറൈൻ വ്യൂ പോയിന്റിലേക്കുള്ള നടത്തം മൊറൈൻ്റെ സത്ത ഉൾക്കൊള്ളുന്ന ഒരു യാത്രയാണ്. സമാധാനപരവും മനോഹരവും പ്രകൃതിയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതും. നിങ്ങളൊരു പരിചയസമ്പന്നനായ ഹൈക്കർ ആയാലും ഒരു സാധാരണ വിനോദസഞ്ചാരിയായാലും അല്ലെങ്കിൽ സ്വിസ് ആൽപ്സിൽ ഒരു നിമിഷം ശാന്തപ്പെടുന്ന ഒരാളായാലും ഈ നടത്തം പ്രദേശത്തിൻ്റെ മനോഹാരിത അനുഭവിക്കാൻ ഒരു സവിശേഷ അവസരം നൽകുന്നു. മൊറൈനിലെ മനോഹരമായ തെരുവുകൾ മുതൽ വ്യൂ പോയിന്റിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ വരെ പാത ആൽപൈൻ പരിസ്ഥിതിയുമായി ആഴത്തിലുള്ള ബന്ധവും സ്വിറ്റ്സർലൻഡിൻ്റെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളൊന്നിൻ്റെ ശാശ്വതമായ ഓർമ്മയും നൽകുന്നു. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ മൊറൈനിലെ വീഡിയോ ഇവിടെ തീരുവാണ്. അടുത്ത വീഡിയോ നമ്മൾ അവിടുന്ന് താഴോട്ട് വരുമ്പോഴാണ്. നമ്മൾ അങ്ങോട്ട് കയറിപ്പോയപ്പം നമുക്കിതൊന്നും ക്ലിയർ അല്ല, അതുകൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല. താഴോട്ട് വരുമ്പോൾ നമ്മുടെ ക്ലിയർ ആയുള്ള അന്തരീക്ഷമാണ്. നമ്മൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്.